60,000-ലേറെ ജാതികൾ വരുന്ന ഒരു മതസമൂഹത്തെ ആകെ ബ്രാഹ്മണ്യമെന്ന ഏകത്വത്തിലേക്ക് എല്ലാ തലങ്ങളിലും ബലം പ്രയോഗിച്ച് ഉദ്ഗതിക്കാനുള്ള ശ്രമമാണ്. അദ്ദേഹം സനാതന ധർമ്മത്തിന്റെ പിറകിലുള്ള ബ്രാഹ്മണ്യ അധീശത്വത്തെ അതിനിശിതമായി കൊണ്ട് അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അതിനെതിരായിട്ട് ശക്തമായ രംഗത്ത് വന്നത് വി മുരളീധരനും മിസ്റ്റർ വി ഡി ദാമോദർ മേനോൻ സതീശൻ. സ്ത്രീകളെ, പ്രത്യേകിച്ച് നായർ സ്ത്രീകളെ തങ്ങളുടെ ലൈംഗിക കോളനികളായി കണ്ടവരാണ് ഇവിടുത്തെ നമ്പൂതിരിമാർ. ബ്രാഹ്മണ്യം, ആ ബ്രാഹ്മണ്യം സൃഷ്ടിച്ച അശ്ലീലകരമായ ഒരു സാമൂഹ്യ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഉൽപ്പന്നമാണ് ആര്? ഈ കാസ്റ്റ്. ഉത്സവങ്ങളെ, ക്ഷേത്രാരാധനകളെ വലിയ ആഘോഷങ്ങളാക്കി മാറ്റണം. ഒരു ക്ഷേത്രം വഴി എന്താണ് ഹിന്ദു മതത്തിലെ എല്ലാ ജാതി വിഭാഗവുംപ്പെട്ട ആളുകളെ ആകെ തങ്ങളുടെ ഹിന്ദുത്വത്തിന് ബ്രാഹ്മണ ആരാധന രീതിക്ക് അനുസൃതമായ രീതിയിൽ ഏകീകരിക്കാനും സംഘടിപ്പിക്കാനും കഴിയും എന്നാണ്. കാവുകൾ ബ്രാഹ്മണവൽക്കരിക്കുക മാത്രമല്ല, അവിടെ എന്താണ് ബോർഡ് വെക്കുകയാണ്, ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ആ രീതിയിലേക്ക് കീഴാളബോധം വരേണ്യമാവുകയും അപരമത വിരോധത്തിന്റെയും അപരമതത്തിൽപ്പെട്ട വിശ്വാസികളെ അകറ്റി നിർത്തേണ്ടതുമായ ഒരു വിഭജന യുക്തിയിലേക്ക്, ഒരു വിദ്വേഷബോധത്തിലേക്ക് വളർന്നു വരുന്ന സാഹചര്യം. തദ്ദേശീയത, ഇൻഡിജിനസ് ആയിട്ടുള്ള ജനങ്ങളുടെ, തദ്ദേശീയരായ ജനങ്ങളുടെ ജനകീയമായ ആരാധന രീതികളെയും വിശ്വാസപരമായ ഉത്സവങ്ങളെയും ഒക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വരേണ്യ രീതികളെ, വരേണ്യ ബോധത്തെ എതിർക്കാൻ നമുക്ക് കഴിയണം. വേദിയും സദസ്സിലുള്ള ലേഖാതരിയാണ് ഈ പുസ്തക പരിചയം എന്ന എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് ഈ പുസ്തകത്തിലെ 12 ലേഖനങ്ങളുടെയും കേന്ദ്ര പ്രമേയം, അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ഏറെക്കുറെ സമഗ്രമായി തന്നെ സഖാവ് വിജയേട്ടൻ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അതിന് പുറത്ത് പുസ്തക പരിചയം ഇതുപോലൊരു സദസ്സിൽ ആവശ്യം. ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ എൻ്റെ വെർബായി കൊടുത്തിരിക്കുന്നത് മൂലധനത്തിലെ 4-ാം വാക്യത്തിലെ മാർക്സിന്റെ വളരെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയാണ്. ആ ഉദ്ധരണി പുസ്തകം കയ്യിലുള്ള ആളുകളുടെ മുമ്പിലുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മസ്തിഷ്കങ്ങളിൽ, ബോധങ്ങളിൽ പതിയുന്ന പല കാഴ്ചകളും പ്രത്യക്ഷത്തിൽ തലതിരിഞ്ഞ കാഴ്ചകളാണ്. മാർക്സ് വളരെ ഭംഗിയായിട്ട് ഗ്രീക്ക് മിത്തോളജിയിലെ കാക്കസ് എന്ന് പറയുന്ന ഒരു മോഷ്ടാവിന്റെ കഥ ഉദ്ധരിച്ചുകൊണ്ട് മൂലധനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കാക്കസ് ആ കാലത്തെ ഒരു വലിയ കള്ളനാണ്. അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതെല്ലാം വലിയ കാളകളെയും കുതിരകളെയുമാണ്. കുതിരകളെയും കാളകളെയും ഒക്കെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ കാക്കസ് അതിന്റെ പിൻഭാഗമാണ് ഗുഹ എന്ന് പറയുന്ന ഈ ആലയങ്ങളിലേക്ക്, ഗുഹാലയങ്ങളിലേക്ക് കടത്തുന്നത്. അപ്പൊ കുതിരയും കാളകളൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യർ, നാട്ടുകാര് ഓടി വന്ന് കാക്കസിന്റെ ആലയത്തിൽ നോക്കുമ്പോൾ കുതിരകളും കാളകളും ഒക്കെ ഗുഹയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യമാണ്. മാർക്സ് ഈ കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ നേത്രാന്തര പഠനത്തിൽ പതിയുന്ന എല്ലാ ദൃശ്യങ്ങളും തലകീഴായിട്ടാണ്. തലകീഴായ ഈ ദൃശ്യങ്ങളെ നേരെയാക്കി വായിക്കാൻ, നേരെയാക്കി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മസ്തിഷ്ക പ്രവർത്തനം. ഇത് പറഞ്ഞിട്ട് മാർക്സ് പിന്നെ എഴുതുന്നത് സമൂഹ ശരീരത്തിന്റെ മസ്തിഷ്കം എന്നത് പ്രത്യയശാസ്ത്രം, ശരിയായ ആശയങ്ങൾ. ഇവിടെ മനുസ്മൃതിയിൽ സാക്ഷീകരിച്ചിരിക്കുന്ന സനാതനധർമ്മം എന്ന സങ്കല്പം വളരെ കൃത്യമായും മനുഷ്യത്വരഹിതമായ ജാതി ഉച്ചനീചത്വങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയും ദർശനമാണ്. സനാതനം എന്ന് പേരിട്ട് വിളിക്കുന്ന ഇതെന്തോ അനന്തവും കേവലവും കാലദേശങ്ങൾക്ക് അതീതവും അനാദിയുമൊക്കെ ആയിട്ടുള്ള ഒരു മഹാ ആശയമാണ്, ഒരു മഹാ ആദർശമാണ് സനാതനം എന്ന് പറയുമ്പോൾ. സനാതനം എന്നത്
മനുസ്മൃതി സാംശീകരിച്ചിട്ടുള്ള സാമൂഹ്യ ക്രമത്തെ സംബന്ധിച്ച സങ്കല്പമല്ലാതെ മറ്റൊന്നുമല്ല. ഈ പുസ്തകത്തിൽ സഖാവ് ജയരാജേട്ടൻ വളരെ സമർത്ഥമായി, വളരെ യുക്തിഭദ്രമായി ചെയ്തിരിക്കുന്നത്, ഇതിലെ ഓരോ ലേഖനം എടുത്ത് വായിച്ചു നോക്കിയാലും സനാതന ധർമ്മം എന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കൽപ്പിക്കുന്ന, അവർ വിഭാവനം ചെയ്യുന്ന ഓരോ കാര്യവും ചാതുർവർണ്ണ്യാധിഷ്ഠിതമായ ജാതി ബ്രാഹ്മണ്യത്തിന്റെ സാമൂഹ്യ ക്രമത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളായ 10-30-60,000 ജാതി ഉണ്ടെന്നാണ് ഇപ്പോൾ പുതിയ കണക്ക്. ജാതികളും ഉപജാതികളുമായിട്ട് ഹിന്ദു മതം എന്ന് പറയുന്ന ആ വിവക്ഷക്കകത്ത് 60,000-ലേറെ ജാതികൾ. ഈ 60,000-ലേറെ ജാതികൾ വരുന്ന ഒരു മതസമൂഹത്തെ ആകെ ബ്രാഹ്മണ്യമെന്ന ഏകത്വത്തിലേക്ക് എല്ലാ തലങ്ങളിലും ബലം പ്രയോഗിച്ച് ഉദ്ഗതിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദശകങ്ങളായി ഇന്ത്യയിൽ. ആ ബലപ്രയോഗത്തിൻ്റെതായ പ്രയോഗ പദ്ധതിയാണ് RSSന്റെ കാര്യപരിപാടി, RSSന്റെ അജണ്ട എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ 1980-ക്ക് ശേഷം കേരളത്തിൽ സജീവമായ ക്ഷേത്ര സംരക്ഷണ സമിതിയെ കുറിച്ച് പറയും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ് RSSകാർ വളരെ ആദരപൂർവ്വം മാധവജി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള പി മാധവന്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ കീഴാള വിരുദ്ധതയും അത് സ്ഥാപിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ സംസ്കൃത യാഗവിധികൾ അനുസരിച്ചുള്ള തന്ത്രവിധികളെയും സംബന്ധിച്ച് വളരെ സൂക്ഷ്മതലത്തിൽ തന്നെ ഈ പുസ്തകം പരിശോധിക്കുന്നു. അത്തരം പരിശോധനകൾ ബ്രാഹ്മണ്യമെന്ന അതീശത്വ ഏകാത്മകതയിലേക്ക് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ, വിശ്വാസപരമായ ദൈവാരാധനപരമായ എല്ലാ അനുഷ്ഠാനങ്ങളെയും ഉദ്ഗതിച്ചെടുക്കാനുള്ള സംഘപരിവാർന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാ തലങ്ങളിൽ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന, അപഗ്രഥനം ചെയ്യപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും നോക്കിക്കഴിഞ്ഞാലും അത് RSSന്റെ ഹിന്ദുത്വത്തിനെതിരായ, സനാതന ധർമ്മമെന്ന് അവർ പേരിട്ട് വിളിക്കുന്ന ത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിനാവശ്യമായിട്ടുള്ള ശക്തമായ ഒരു പ്രത്യയശാസ്ത്ര ധാരണകളാണ് നമ്മളിലേക്കെല്ലാം പകർന്നു നൽകുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു എഴുത്തിന്റെ പശ്ചാത്തലം, ഈ പുസ്തകം രചിക്കുന്ന ഒരു പ്രശ്നപരിസരം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2025-ലല്ലേ, 25-ലെ ശിവഗിരി പ്രസംഗം, ശിവഗിരി 24 ശിവഗിരി മഹാസമ്മേളനത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം. അദ്ദേഹം സനാതന ധർമ്മത്തിന്റെ പിറകിലുള്ള ബ്രാഹ്മണ്യ അതീശത്വത്തെ അതിനിശിതമായി കൊണ്ട് അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അതിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വന്നത് മുരളീധരനും മിസ്റ്റർ VD ദാമോദർ മേനോൻ സതീശൻ. ദാമോദരൻ മേനോനാണ് എന്ന കാര്യം എനിക്കൊരു പുതിയ അറിവാണ്. ഒരു ദാമോദര മേനോനെ കുറിച്ച് എനിക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലും മേനോൻ എന്ന വാലുപയോഗിച്ചിട്ടില്ലാത്ത ദാമോദരൻ. അദ്ദേഹം മലബാറുകാരനാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തില് ഇപ്പോൾ ജയരാജൻ ചെയ്തിട്ടുള്ളതുപോലെയുള്ള ഇന്ത്യയുടെ പൗരാണികതയും സംസ്കാരത്തെയും അതിൽ അന്തർഹിതമായിരിക്കുന്ന വരേണ്യ ബ്രാഹ്മണ്യ മൂല്യങ്ങളെയും ഒക്കെ അനാവരണം ചെയ്തുകൊണ്ട് നിരവധി രചനകൾ നടത്തിയിട്ടുള്ള, ഇന്ത്യയുടെ ആത്മാവ് പോലുള്ള നിരവധി രചനകൾ നടത്തിയിട്ടുള്ള വിപ്ലവകാരിയായ മാർക്സിസ്റ്റ് തത്വചിന്തകനാണ് ദാമോദരൻ. ദാമോദരൻ ഒരു മേനോനായിരുന്നു എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന പലർക്കും അറിയില്ല. പക്ഷേ VD സതീശൻ എന്ന നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ആരാവുകയാണ്? അദ്ദേഹം VD ദാമോദരൻ മേനോൻ സതീശനാവുകയാണ്. മേനോൻ എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ വേദിയെ അനാവശ്യമായി ഉപയോഗിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നതാണ് എൻ്റെ ബോധ്യം. മേനോൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന അശ്ലീലകരമായ ഒരു സ്ത്രീ പുരുഷ ബന്ധം. ഗുജറാത്ത് യൂണിവേഴ്സിറ്റി പ്രസംഗിക്കും ഇതിനെ ആദർശവൽക്കരിച്ചുകൊണ്ട് മിസ്റ്റർ ഗോൾവാൾക്കർ പറയുന്നു,
സ്ത്രീകളെ, പ്രത്യേകിച്ച് നായർ സ്ത്രീകളെ തങ്ങളുടെ ലൈംഗിക കോളനികളായി കണ്ടവരാണ് ഇവിടുത്തെ നമ്പൂതിരിമാർ, ബ്രാഹ്മണ്യൻ. ആ ബ്രാഹ്മണ്യ സൃഷ്ടിച്ച അശ്ലീലകരമായ ഒരു സാമൂഹ്യ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഉൽപ്പന്നമാണ് ആര്? ഈ കാസ്റ്റ്, മേനോൻ കാസ്റ്റ്. അതുകൊണ്ട് വി കെ കൃഷ്ണമേനോനൊക്കെയുള്ള ഒരു കാസ്റ്റാണ്. അങ്ങനെ അതുകൊണ്ട് ആ ജാതികല്ല. പക്ഷെ ഞാനൊരു മേനോനാണെന്ന് പറയുമ്പോൾ തന്റെ ബ്രാഹ്മണ്യ ബന്ധം, തന്റെ വംശാവലിയുടെ ഈ വരേണ്യത സ്വയം സൂചിപ്പിക്കുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ കീഴാള നവോത്ഥാന ചരിത്രത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തു. അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ത് ചെയ്തു? അന്ന് മുഖ്യമന്ത്രി നടത്തിയ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ ചോദ്യം ചെയ്തു. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സനാതന ധർമ്മം എന്ന് പറയുന്നത് അനാദിയായ മനുഷ്യ നന്മയുടെ തത്വങ്ങളാണ്, അത് ഇന്ത്യയിൽ ഹൈന്ദവതയാണ്, ആര്യ വൈദിക ധർമ്മങ്ങളാണെന്ന് ഒരു മടിയുമില്ലാതെ വി ഡി സതീശൻ പറഞ്ഞു. നമ്മൾ കാണേണ്ടത് സംഘപരിവാർ, RSS, BJPക്ക് അപ്പുറത്ത് നമ്മുടെ പൊതുജീവിതത്തിന്റെ എല്ലാ അതീശത്വ അധികാരവർഗങ്ങളിലും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സനാതന ധർമ്മം എന്ന പേരില് ഹിന്ദുത്വം, അതായത് മനുസ്മൃതി സാംശീകരിച്ചിട്ടുള്ള ഈ ബ്രാഹ്മണ്യാധികാരത്തിൻ്റെതായ ചാതുർവർണ്ണ്യ ആധിപത്യത്തിൻ്റെതായ ഈ ഹിന്ദുത്വം പല തലങ്ങളിൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഇതിനെതിരായി സമരം ചെയ്യാതെ, ഇതിനെ പ്രതിരോധിക്കാതെ, ഇതിനെ ചിന്താരംഗത്തും പ്രായോഗിക രംഗത്തും ചോദ്യം ചെയ്യാതെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട്. CPM-ന്റെ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം, എനിക്ക് തോന്നുന്നത് ജയരാജൻ അതിൽ പ്രേരിപ്പിച്ചത് ആ രാഷ്ട്രീയ പ്രമേയമായിരുന്നു. ആ രാഷ്ട്രീയ പ്രമേയത്തിൽ അക്കമിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദുത്വത്തിന്റെ നമ്മുടെ സാമൂഹ്യ മനസ്സിലേക്കും നമ്മുടെ ചിന്താഘടനയിലേക്കുമുള്ള കടന്നുവരവിന്റെ നാനാവിധമായിട്ടുള്ള പ്രതിലോമ വഴികളെയും പ്രത്യയശാസ്ത്രത്തെയും തുറന്നു കാണിക്കാനുള്ള ഗവേഷണ കൂട്ടങ്ങൾ, ഗവേഷക സംഘങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു തിരക്കിലേക്ക് പോകുന്ന ആളുകൾക്ക് ഗവേഷണ പ്രവർത്തനം നടത്തുക നമ്മൾ വളരെ ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പൊതുവായ ചരിത്രത്തിൽ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം ഗവേഷണാത്മകമായ പഠനങ്ങൾ നടത്തിയ ഒരു പാരമ്പര്യം അതിനുണ്ട്. തീർച്ചയായിട്ടും ജയരാജേട്ടൻ ആ ഒരു പാരമ്പര്യത്തിന്റെ ഒപ്പാണ് നിൽക്കുന്നത്. സഖാവ് VMS ഏറ്റവും തിരക്കുള്ള രാഷ്ട്രീയം, അത് ഒളിവിലും കഴിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം എഴുതുന്നത്. വീട്ടിൽ കിടന്ന് എഴുതാൻ സൗകര്യം, ആവശ്യമായ റെഫറൻസ് കിട്ടില്ലെങ്കിൽ ജയിലിൽ എഴുതാൻ സൗകര്യം. പക്ഷെ ഒളിവിൽ കിടന്നുകൊണ്ട് ആവശ്യമായ റെഫറൻസ് ഉള്ള പുസ്തകങ്ങളൊന്നുമില്ല. ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ കിടന്നുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ വലിയ ഭാഗങ്ങൾ സഖാവ് VMS പൂർത്തീകരിച്ചത്. ജയരാജൻ ഈ പുസ്തകത്തിലെ പല ലേഖനങ്ങളും നേരത്തെ രചിക്കപ്പെട്ട പുസ്തകങ്ങളെ അവലംബമാക്കി അതിനെ റെഫറൻസായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുസ്തകത്തിലെ അവസാനത്തെ ലേഖനം നമ്മുടെ ആരാധനാലയങ്ങളുടെ വൈവിധ്യത്തെ, ആരാധന രീതികളുടെ വൈവിധ്യത്തെ കുറിച്ച് പറയുന്ന ലേഖനം, അത് കൃത്യമായിട്ടും കേരളത്തിലെ കൃത്യമായ ഒരു ഫീൽഡ് വർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രചിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോ സാധാരണ ജനങ്ങളുടെ ഒരു പൊതുബോധത്തിലേക്ക് ഹിന്ദുത്വം വേരുറപ്പിക്കുന്ന എന്താണ്? ക്ഷേത്രങ്ങളും ആരാധന സമ്പ്രദായങ്ങളും ഉത്സവങ്ങളും വഴിയാണ്. RSSന്റെ പ്രവർത്തന പദ്ധതി പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അവർ പറയുന്നത് ഉത്സവങ്ങളെ, ക്ഷേത്രാരാധനകളെ വലിയ ആഘോഷങ്ങളാക്കി മാറ്റണം. ആ ആഘോഷങ്ങളിലൂടെ ഹൈന്ദവതയുള്ളതായ ഒരു മൂല്യം, ആ ഹൈന്ദവതയുള്ളതായ ഒരു വാസന, ഈ മൂല്യം വാസന എന്നൊക്കെ പറയുന്ന ഉന്മാദമാണ്. മതപരമായ ഒരു ഉന്മാദത്തിലേക്ക് ജനങ്ങളെ ആകെ കടത്തിവിടണം എന്നാണ്. ഇതുവഴിയാണ് ഹൈന്ദവ ഏകീകരണം നടക്കുക. ഒരു ക്ഷേത്രം വഴി എന്താണ് ഹിന്ദു മതത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ആകെ തങ്ങളുടെ ഹിന്ദുത്വത്തിന്, ബ്രാഹ്മണ ആരാധന രീതിക്ക് അനുസൃതമായ രീതിയിൽ ഏകീകരിക്കാനും സംഘടിപ്പിക്കാനും കഴിയും എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കാവുകളെ ഉൾപ്പെടെ ബ്രാഹ്മണവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ ഹൈന്ദവതയുടെ ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഒരു പ്രതിലോമകരമായ രാഷ്ട്രീയ പ്രക്രിയയിൽ എങ്ങനെയാണ് സംഭവിച്ചു പോയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണും. കാവുകൾ ബ്രാഹ്മണവൽക്കരിക്കുക മാത്രമല്ല, അവിടെ എന്താണ് ബോർഡ് വെക്കുകയാണ്, ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ആ രീതിയിലേക്ക് കീഴാളബോധം വരേണ്യമാവുകയും അപരമത വിരോധത്തിന്റെയും അപരമതത്തിൽപ്പെട്ട വിശ്വാസികളെ അകറ്റി നിർത്തേണ്ടതുമായ
ഒരു വിഭജന യുക്തിയിലേക്ക്, ഒരു വിദ്വേഷബോധത്തിലേക്ക് വളർന്നു വരുന്ന സാഹചര്യം. അതിനെയെല്ലാം വളരെ ഭംഗിയായി നിർദ്ധാരണം ചെയ്യുന്ന നിരവധി പഠനലേഖനങ്ങളുടെ യുക്തിഭദ്രമായി RSS മുന്നോട്ട് വെക്കുന്ന സനാതനധർമ്മം എന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ സൂക്ഷ്മതലത്തിൽ തന്നെ വെട്ടിമുറിച്ച് അതിൻ്റെ പിറകിലുള്ള പ്രതിലോമപരതയെ വെളിപ്പെടുത്തുന്ന, തുറന്നു കാണിച്ചു തരുന്ന ലേഖനങ്ങളാണ് ഇതിലെ ഒട്ടുമിക്ക ലേഖനങ്ങളും പഠനങ്ങളും. അത് തീർച്ചയായിട്ടും കേരളം വളരെ വലിയ ഒരു സംവാദത്തിന്, ബൃഹത്തായ ഒരു ചർച്ചയ്ക്ക് വിധേയമാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനവും ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം ഒരു പ്രകാശനത്തിന്റെ ദിവസം ആളുകളൊക്കെ ഒപ്പിട്ട് ജയരായിട്ടൻ ഒരു ഒപ്പൊക്കെ വാങ്ങിച്ച് ജയരായിട്ടന് ഒരു നന്ദി അറിയിച്ച് പിരിയുന്നതുകൊണ്ടൊരു കാര്യം, ഈ പുസ്തകം വായിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടണം. ഇതിൽ പറയുന്ന ഹിന്ദുത്വത്തിന്റെ പ്രതിലോമപരമായ പ്രത്യയശാസ്ത്രത്തിന്റെ നമ്മുടെ ബോധത്തിലേക്ക്, നമ്മുടെ സമൂഹ മനസ്സിലേക്കുള്ള കടന്നുവരവിന്റെ നാനാവഴികൾ എന്തെന്ന് കണ്ടെത്താൻ നമ്മുടെ സാധാരണ ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയണം. ആ ഒരു അവബോധത്തിലേക്ക് അവരെ വളർത്താൻ നമുക്ക് കഴിയണം. ഹോച്ചിമിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ സദാചാരം, വിപ്ലവകാരികളുടെ സദാചാരം എന്ന് പറയുന്ന ഒരു ചെറിയ ലേഖനമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സാണ്, ഒരു സ്റ്റഡി ക്ലാസ്സിന് ഹോച്ചിമിൻ നടന്ന പ്രസംഗമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ സദാചാര സങ്കല്പം എന്ന പേരിൽ പലരും, വിപ്ലവകാരികളുടെ സദാചാര സങ്കല്പം എന്ന പേരിലൊക്കെ അത് അച്ചടിച്ചിട്ട് ചിന്ത ഇറക്കിയിട്ടുണ്ട് തോന്നുന്നു. ഏകദേശം വിപ്ലവകാരികളുടെ സദാചാര സങ്കല്പം, അതിൽ ഹോച്ചിമിൻ വളരെ സൂക്ഷ്മമായി പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊക്കെ വിയറ്റ്നാം വിമോചന യുദ്ധത്തിന്റെ കാലത്താണ് ഹോച്ചിമിൻ ഈ പുസ്തകം എഴുതിയത്. അങ്ങനെയല്ല കേട്ടോ. വടക്കൻ വിയറ്റ്നാമിൽ സാമ്രാജ്യത്വ ഭരണം അവസാനിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ നിലനിൽക്കുന്ന കാലത്ത് സോഷ്യലിസ്റ്റ് ഭരണപ്രക്രിയ ആരംഭിച്ച ഒരു ഘട്ടത്തിലാണ് ഹോച്ചിമിൻ ഈ പുസ്തകം. ആ പുസ്തകത്തിൽ ഹോച്ചിമിൻ സഹക്കരോട് പറയുന്ന ഒരു കാര്യം, അതെന്താണ്? മുതലാളിത്തവും സാമ്രാജ്യത്വവും ഒക്കെ നമ്മുടെ നാട് വിട്ടുപോയി എന്നും നമ്മളിനി സോഷ്യലിസ്റ്റ് ഭരണത്തിന് കീഴിൽ, സോഷ്യലിസ്റ്റ് സർക്കാരിന് കീഴിലാണ്, അതുകൊണ്ട് നമുക്കൊക്കെ അല്പം വിശ്രമിക്കാം, നമുക്കൊക്കെ അല്പം എന്ത് ചെയ്യാം, സുഖിക്കാം എന്നാരും ചിന്തിക്കരുത്. മുതലാളിത്തത്തെയും സാമ്രാജ്യത്വത്തെയും വിയറ്റ്നാമിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ നമ്മൾ നടത്തിയ ജനകീയ യുദ്ധത്തെക്കാൾ എത്രയോ സാഹസികവും ധീരവുമായ ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് നിലനിർത്താൻ കഴിയും. ആ പ്രത്യയശാസ്ത്ര പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു സർക്കാർ വന്നാലും ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം വന്നാലും ആ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന മനുഷ്യർ പഴയ ആശയങ്ങളുടെ, പഴയ രീതികളുടെ, അത് സൃഷ്ടിച്ച മനോഭാവങ്ങളുടെ ഒരു പരിസരത്തിൽ, അതുകൊണ്ട് പഴയ ആശയങ്ങൾക്കും പഴയ മനോഭാവങ്ങൾക്കും കാരണമായിരിക്കുന്ന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ കണ്ടെത്തി അതിന് പിറകിലുള്ള വരേണ്യ താല്പര്യങ്ങളെ, ആധിപത്യവർഗ താല്പര്യങ്ങളെ എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അതുകൊണ്ട് ജനതയുടെ തദ്ദേശീയത, ഇൻഡിജിനസ് ആയിട്ടുള്ള ജനങ്ങളുടെ, തദ്ദേശീയരായ ജനങ്ങളുടെ ജനകീയമായ ആരാധന രീതികളെയും വിശ്വാസപരമായ ഉത്സവങ്ങളെയും ഒക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വരേണ്യ രീതികളെ, വരേണ്യ ബോധത്തെ എതിർക്കാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായിട്ടുള്ള സാംസ്കാരിക ഇടപെടലുകൾ വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇടപെടലിനുള്ള വളരെ ശക്തമായ ഒരു ദൈക്ഷണികായുധമായി, ഒരു പ്രത്യയശാസ്ത്രായുധമായി ഈ പുസ്തകം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.